മാതാവേ ദൈവമാതാവേ, അഭയം നീ തുണയും നീ, പാപികൾ ഞങ്ങൾക്കെന്നും. മാതാവേ മാതാവേ ദൈവമാതാവേ, അഭയം നീ തുണയും നീ, പാപികൾ ഞങ്ങൾക്കെന്നും. തവ പാദാംബികേ വന്ദിതാ, ഇന്നു നിൻ മക്കൾ കേണിടുന്നു. ദിവ്യകാരുണ്യനാഥനോട് ദൈവമാതാവേ പ്രാർത്ഥിക്കണേ. കണ്ണീരോടെ സന്നിധി ചേരും മക്കളെ നീ കാണുന്നില്ലേ, കണ്ണീരോടെ സന്നിധി ചേരും മക്കളെ നീ. കൈവെടിയല്ലേ ആരെയുമമ്മേ, നിൻ തണൽ തേടി വരുന്നവരെ. കൈവെടിയല്ലേ ആരെയുമമ്മേ, നിൻ തണൽ തേടി വരുന്നവരെ. തവ പാദാംബികേ വന്ദിതാ, ഇന്നു നിൻ മക്കൾ കേണിടുന്നു. ദിവ്യകാരുണ്യനാഥനോട് ദൈവമാതാവേ പ്രാർത്ഥിക്കണേ. കന്യാംബികയെ കറയില്ലാതെ പിറന്നവനെ, അമലോത്ഭവയെ കന്യാംബികയെ കറയില്ലാതെ പിറന്നവനെ. പാപമുഖത്തിൻ ഭാരമകറ്റി പരിശുദ്ധി നുകരാൻ തുണയേകൂ. പാപമുഖത്തിൻ ഭാരമകറ്റി പരിശുദ്ധി നുകരാൻ തുണയേകൂ. മാതാവേ മാതാവേ ദൈവമാതാവേ, അഭയം നീ തുണയും നീ, പാപികൾ ഞങ്ങൾക്കെന്നും. തവ പാദാംബികേ വന്ദിതാ, ഇന്നു നിൻ മക്കൾ കേണിടുന്നു. ദിവ്യകാരുണ്യനാഥനോട് ദൈവമാതാവേ പ്രാർത്ഥിക്കണേ.
അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ കൈയും മെയ്യും തളരുമ്പോൾ അമ്മേ അമ്മേ തായേ കൈയും മെയ്യും തളരുമ്പോൾ കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ നിന്ദനമേറ്റു തളരുമ്പോൾ അമ്മേ അമ്മേ തായേ നിന്ദനമേറ്റു തളരുമ്പോൾ നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു. നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. അണയുന്നിതാ ഞങ്ങൾ ബലിവേദിയിൽ ബലിയർപ്പണത്തിനായി അണയുന്നിതാ. നാഥന്റെ കാൽവരിയാകത്തിനോർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ. നാഥന്റെ കാൽവരിയാകത്തിനോർമ്മകൾ അനുസ്മരിക്കാൻ അണയുന്നിതാ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ,
പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ഒരുക്കമായുള്ള 4-ാം ദിവസത്തേക്ക് നമ്മളിന്ന് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി ഇന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സെൻറ്റ് തോമസ് യൂണിറ്റ് കാന്തിവിലി ഈസ്റ്റ്, സെൻറ്റ് കുര്യാക്കോസ് യൂണിറ്റ് കാന്തിവിലി വെസ്റ്റിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ഈ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ രോഗികളെയും, അതോടൊപ്പം തന്നെ മാരകമായ വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ആഗോള സിറോ മലബാർ സഭയിൽ ഉപവാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയായിരുന്നു. ഉപവാസം പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയാണെന്ന് നമുക്കറിയാം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം എപ്പോഴും അനുഗ്രഹം നൽകും എന്ന് നമുക്കറിയുകയും ചെയ്യാം. ഈ ഉപവാസത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മുടെ ഈ വിശുദ്ധ കുർബാന വഴിയായി കടന്നു വരുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ കൊറോണ രോഗബാധത്തെയും ഈ ലോകമെമ്പാടുമുള്ള COVID-19 മഹാമാരിയും ഒരിക്കൽ കൂടി ഈ ബലിയിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ ഈ ബലി ആരംഭിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗ നവീകരണത്തിന്റെ രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരണവും ആഘോഷമായ ബലി യോഗ്യത പുറമർപ്പിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതും ഉചിതമാകുന്നു. അവിടുന്ന് സ്തുത്യർഹനാകുന്നു. സമൃദ്ധിയിൽ അങ്ങയുടെ സഭയെ വളർത്തണമേ, വിശ്വാസത്തിന്റെ കോട്ടയാൽ അവളെ പരിരക്ഷിക്കണമേ. കർത്താവ് ഒരേ സ്ഥലത്ത് പണിയുകയും ഇസ്രായേൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നു. കർത്താവ് തകർന്നവരെയും സുഖപ്പെടുത്തുകയും കർത്താവേടിയവരെ ഉയർത്തുന്നു, ദുഷ്ടരെ താഴ്ത്തുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൃദ്ധിയിൽ അങ്ങയുടെ സഭയെ വളർത്തണമേ.
വിശ്വാസത്തിന്റെ കോട്ടയാൽ അവളെ പരിരക്ഷിക്കണമേ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കുതിഞ്ഞ് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നതുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിന്റെ ബലങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മൃതനായ പരിപാലകനും സകല നന്മകളുടെയും സ്വഭാവമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാൽ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ വിചാരം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവം അനുസരിച്ചാണ് വിശ്വസ്തർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി ഏകീഭവിപ്പിക്കുന്നു നമുക്കറിയാമല്ലോ. എന്തെന്നാൽ അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സദൃശ്യത്തോട് അനൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകേണ്ടതിനാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതിമത്കരിച്ചവരെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാ
ഏറ്റമനുഗ്രഹ പൂരിത കവിത തൂലിക പോലെ താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ എന്നും നിത്യവുമാ ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 7 വരെ. അക്കാലത്ത് ലോകമാസമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്തസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനോസ് സിരിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിനും വംശത്തിനും പെട്ടവനായതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞോൾ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായി കർത്താവും ദൈവവുമായി നേരിട്ട് പറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെ രൂപം ധരിച്ച മിശിഹായി വിനീതമായ സേവനത്തിനെ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായും, ഞങ്ങളുടെ രൂപാധ്യക്ഷനായ മാർ തോമസ് ലെവനാൽ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മനന്മകൾ നൽകി അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിന് ദാസി എന്ന് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധിയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിൻ്റെ ഭൂമിയിൽ ജന്മം നൽകി ചെയ്ത പരിശുദ്ധ കന്യാമരത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായി ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമരത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യമാതാവായ ഹവ്വയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിനും അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമരത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളർന്നു വരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ കൃപാസമൃദ്ധ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം
തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിളമുവിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകലാം അഖിലരുമൊന്നായി സന്നിധിയിൽ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വ പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരേക്യന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവയിൽ നമുക്ക് സഹായത്തിനും രക്ഷയും സുരജന കാണുമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിനെന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിപ്പേക്ഷിക്കുവിൻ. ഭയബദ്ധിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതങ്ങളിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ,
അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായം യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോനങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുമോലും ധന്യൻ. ഉന്നത വീതിയിലോശാന, കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാനകാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിന് പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ്കോസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ,
അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രതിദിനമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെ ഒരു നിമിഷം പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗസൗഖ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് മാരകമായ രോഗത്താൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയം ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശരം കാത്തിരിക്കുന്ന ദൈവജനത്തിനു വേണ്ടിയും പ്രത്യേകമായി ഇന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സെന്റ് തോമസ് സെന്റ് കുര്യാക്കോസ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃകാപരമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തനുകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയുടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ രാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയരക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷ പ്രത്യാശയോടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്വവിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിന് അങ്ങയുടെ സമൃദ്ധമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകൊള്ളണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ ഓരോരുത്തരും തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിനർഹിതം ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ജീവൻ നൽകിടുമൊപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവി
നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സംഭവിക്കാം. അനുതാപത്തോടെ അംഗീകരണത്തോടെ അപരാധരെ തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥന ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞവിടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദരരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്വത്തിനുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷം എല്ലാ സമയം അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തപാനം ദൃശ്യഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ചൊല്ലിത്തരുന്നത് എല്ലാവരും ഏറ്റു ചെല്ലുക. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിധനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങെന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ. അങ്ങു സ്വന്തമാക്കിടുമ്പോ എന്തോരാനന്ദം. അങ്ങു വന്നു വാണിടുമെൻ ഹൃദയം സക്രാരിയല്ലേ. അങ്ങു സ്വന്തമാക്കിടുമ്പോ എന്തോരാനന്ദം. നാമം ചൊല്ലും നാവുകളിൽ നീട്ടിയിടുന്ന പാണികളിൽ നാഥൻ വന്നണഞ്ഞിടുമ്പോ എന്തോരാനന്ദം. നിത്യപുരോധനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിളിയുടെ തിരക്തത്താൽ നനയവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മൈനുമുത് പതനിച്ചിരിക്കുന്ന അവിടെ ഹൃദയങ്ങളെ ലോകൽ വസ്തുങ്ങളിൽ അകറ്റണമേ. അങ്ങയുടെ കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ക്ഷണിക്കുവാനും അവർ സദാവത്സകരാകട്ടെ. അങ്ങയുടെ മോഹത്തിന് വേണ്ടിയുള്ള അവിടെ പ്രയത്നങ്ങൾ ഫലസമ്പന്നമായി ഭവിക്കട്ടെ. അവിടെ സൃഷ്ടി ലഭിക്കുന്നവർ എളിതവൻ ആനന്ദവും ആശ്വാസവും പരത്തനിൽ സൗഭാഗ്യത്തോടെ മകുടമായ തിരയട്ടെ. ലോകരക്ഷനായ ഈശോ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചുദ്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാന കൃപാവർത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവിതാൻ ദൈവികമായ ഈ രഹസ്യങ്ങളെ സമർപ്പിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതത്തിനെയും സമർപ്പിക്കാം. ഔരണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിനോടൊപ്പവും ആചാരമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപരം യോഗ്യരാക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവം രക്ഷകരും ജീവിതാദായ മൈഷിഹായെ സകലത്തെയും പൗത്രീകരിക്കുന്നതിൻ്റെ അമൂല്യ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിനും മഹത്വത്തിനും അർഹരാകട്ടെ. ഔരണീയമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വിശ്വാസത്തിൻ തികവിൽ നാം ദൈവപിതാവിനെ വാഴ്ത്തിടാ. നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനു മാതാവാ. സ്ത്രീകളിലെല്ലാം ധന്യസദാ റൂഹാദൻ കൃപയാൽ മറിയം സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ. അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാൻ വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശുദ്ധീകരണ ബലിപീഠമേ സുസ്ഥി. ഞങ്ങളുടെ കർത്താവിന്റെ മേൽ സ്തുതി. ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ കടങ്ങളെ പ്രതിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ പരിശുദ്ധ മാതാവിൻ്റെ ജനനത്തിനാൾ ഒരുക്കമായുള്ള നൊവേനയിൽ നമ്മളിപ്പോൾ പങ്കുചേരുകയാണ്. അനാദി മുതൽ തിരുസുധന ദൈവമുയർത്തിയ മാതാവേ, നിൻ തിരുജനനം ഘോഷിക്കാം പാപികൾ ഞങ്ങളിതണയുന്നു. നൂറ്റാണ്ടുകളായി ദിവ്യന്മാർ കാണാൻ കാത്തു കഴിഞ്ഞോരാ ദിവ്യപ്രഭയിൽ ലോകത്തിൻ കൂരിരുൾ നീക്കി വിരാജിപ്പോ. ദൈവകുമാരന് സാമോദം പോറ്റി വളർത്തിയ കരയുകളും പൂജസ്മരണയ്ക്ക് മണ്ണിൽ അർഹത നേടി വിളങ്ങുന്നു. ഉയരും പ്രഭയും ശരണഭൂമി മണ്ണിനു നൽകിയ മിശിഹാദൻ മാതാവേ, നീ ഞങ്ങൾക്കായി നാഥനെ ഉണർത്തിച്ചിടണമേ. പാപച്ചെളിയിൽ നിബദിക്കും മർത്യരു പാപമുരുതിക്കും മഹിയുടെ ശാശ്വത ശാന്തിക്കും പ്രാർത്ഥിക്കണമേ നാഥേ. പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായി, നിന്റെ മാതാവായി ലോക സൃഷ്ടിക്ക് മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ പാപകേശാതെ വിശുദ്ധരായ ജോവാക്യം അന്നദമ്പതികളുടെ ഈ ജന്മം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയും പുത്രൻ്റെ മാതാവും പരിശുദ്ധാത്മാന്റെ ആലയമെന്ന നിലയ്ക്ക് മറിയത്തെ സ്വർഗത്തിനും ഭൂമിയിലുള്ള സകല സൃഷ്ടികളോളം അലങ്കൃതിയാക്കിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ യാചനകൾ അങ്ങ് ദയാപുരം കേട്ടരുളയണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വീണ്ടും കർത്താവ് ഹോസിനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നത്യമോ ഉള്ള ഒരടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. വീണ്ടും കർത്താവ് ഹോസിനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നത്യമുള്ള ഒരടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ആഹാസ് പ്രതിവചിച്ചു, അത് ഞാൻ ചോദിക്കുകയില്ല, കർത്താവിനെ ഞാൻ പരീക്ഷിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാവീദിനെ പോലെ വിശ്രമിക്കുക. മനുഷ്യരെ അപമാനിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ ദൈവത്തെ അപമാനിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേലായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യാവതാര രഹസ്യത്തിൽ സഹകാരിണിയായി ദൈവപുത്രനെ ലോകത്തിൽ പ്രദാനം ചെയ്യുവാൻ അനാദി മുതലേ മൂല്യത്തെ തിരഞ്ഞെടുക്കുകയും അമൂല്യവും ജന്മം നൽകി ധന്യയാക്കുകയും ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ വെളിച്ചം വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമ്മുടെ നൊവേനയുടെ 4-ാം ദിവസത്തേക്ക് നമ്മൾ പ്രത്യേകമായി കടക്കുമ്പോൾ അന്നയുടെ വിലാപത്തെ ഓർത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൾക്ക് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. ഇസ്രായേൽ മക്കളുടെയും മറ്റെല്ലാവരുടെയും മുൻപിൽ ഒരു ശാപമാണെന്ന് ഞാൻ ജനിച്ചത്. ഞാൻ എല്ലാവരിലും അധികാവുന്നു. അവരെന്നെ പരിഹസിച്ചു, കർത്താവിൻ്റെ ആലയത്തിൽ നിന്നും പുറത്താക്കി. ഞാൻ ആരുടെ സദൃശമാണ്? ഈ ഭൂമിയോടോ ഞാൻ സദൃശമല്ല. കാരണം ഈ ഭൂമിയിൽ നിന്നും യഥാകാലം ഫലം പുറപ്പെടുപ്പിക്കുകയും കർത്താവ് അങ്ങേ പുകഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ പിശാചിനെ തല തകർത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ധന്യസ്ത്രീയായ മാതാവേ,
അനുദിന ജീവിതത്തിൽ പൈശാചിക ശക്തിയോടുള്ള പോരാട്ടത്തിൽ വിജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈ ലോകത്തിൽ നന്മ നിറഞ്ഞവളായി ദൈവം കണ്ടെത്തിയ പരിശുദ്ധ മാതാവേ, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വസിക്കുന്ന സകലർക്കും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വസിക്കുന്ന സകലർക്കും അമ്മയായി ക്രിസ്തുനാഥൻ തന്നെ അന്ത്യസമ്മാനമായി ഞങ്ങൾക്ക് നൽകിയ മാതാവേ, അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും കുരിശുകളും അമ്മയെ പോലെ സമചിത്തതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിശബ്ദതയിൽ ദൈവമാതാവിന്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ സമയം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സെൻറ് തോമസ് യൂണിറ്റും സെൻറ് കുര്യാക്കോസ് യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതോടുകൂടി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗികളെയും, നമ്മുടെ ഇടവകളിലും രോഗികളായി കഴിയുന്ന വ്യക്തികൾ, അവരെല്ലാം ഈ സമയം അവർ കടന്നു പോകുന്ന ഈ വേദനയുടെ നിമിഷങ്ങളെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് അമ്മ പറയുന്നത് പോലെ അമ്മയുടെ വാക്ക് കേട്ട് തിരുക്കുമാരനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന വലിയ ദാഹത്തോടെ ഈ സമയം അമ്മ മാതാവ് വഴി എല്ലാ രോഗികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, തിരുക്കുടുംബത്തിന്റെ നാഥേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സമാധാനം നിറഞ്ഞതിനും എല്ലാ ദമ്പതികളും തിരുകുടുംബത്തിന്റെ മാതൃകയിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതം വിശ്വാസപൂർവ്വം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്താനരഹിതർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കുന്നതിനും എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണീശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും ഞങ്ങളുടെ യുവതി യുവാക്കൾ യുവസഹജമായ ദുർമോഹങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ ജീവിക്കുവാനും കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യനായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനും തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുന്നതിനും ഭവനരഹിതർക്ക് ഭവനം ലഭിക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനും ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും മാനസിക വ്യതകളിലും ഉത്കണ്ഠയിലും കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വൈദികർക്കും സമർപ്പിതർക്കും വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കുന്നതിനും വേണ്ടി ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹത്താലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യാമറിയത്തെ അവളുടെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരീക്ഷ കർത്താവെ, നിങ്ങളെല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നൊവേനയുടെ സമാപന കാലത്തിന് ശേഷം നമ്മൾ ആദ്യ വെള്ളിയാഴ്ച ആരാധനയിലേക്ക് കടക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ആരാധനയ്ക്ക് വേണ്ടി ഈ സമയം ഒരുക്കാം. നാരീമണി നീലോകത്തിൽ പാരമൊരത്ഭുതമാണെന്നും നിഖിലേശൻ തൻ മാതാവേ, സ്വസ്തി കൃപയുടെ നിറകുടമേ, നാരീമണി നീലോകത്തിൽ സകല ചരാചര സൃഷ്ടിക്കും സംരക്ഷകനാമഖിലേശൻ നിന്നിൽ നിന്നു ജനിക്കുകയാൽ സ്വസ്തി കൃപയുടെ നിറകുടമേ, സ്വസ്തി.
ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, യേശുവേ സ്തുതി. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ, യേശുവേ ആരാധന. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, യേശുവേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, കടന്നു വരണം ഈശോയെ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിക്കുന്നു ഈശോയെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കുമുള്ളവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ ദിവ്യകാരുണ്യനാഥനിലേക്ക് ഉറപ്പിക്കാം. ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ ദൈവം നമ്മോടുകൂടെ ആയിരിക്കാൻ, നമ്മെ സ്നേഹിക്കാൻ, നമ്മെ അനുഗ്രഹിക്കാൻ ഇതാ സ്വർഗം വിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഓ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. നമുക്കും വലിയ വിശ്വാസത്തോടെ ഈശോയിലേക്ക് നോക്കാം. നാം ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ തന്നെ ദിവ്യകാരുണ്യനാഥൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അന്ധകാര ശക്തികൾ അകറ്റുകയും അന്ധകാരങ്ങളിലേക്ക് നിറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ നമുക്ക് നിറയ്ക്കാം. വിശ്വസ്തയോടുള്ള ഓരോ നോട്ടവും യേശുവിൻ്റെ സൗഖ്യം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നിറയുന്ന നിമിഷമാണ്. ഓ ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി ഞങ്ങൾ പാടിയ ആ ഗാനം ആവർത്തിച്ച് ഞങ്ങൾ പാടുകയാണ്. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുവോസ്തിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ആത്മാവാം ദൈവമേ വരണേ.
ഈശോയേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ എല്ലാം അവൻ അകറ്റും. ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ശക്തിയാൽ നിറയ്ക്കും നമ്മളെ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ഈശോയേ ശക്തിയായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇസ്രായേലിന്റെ സമാപക കൂടാരത്തിൽ ഇറങ്ങി വന്നിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇസ്രായേൽ ജനം ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം തങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോഴേ ഈ പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് മുൻപിൽ നമുക്കും ഏറ്റുപറയാൻ സാധിക്കണം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവം ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സമീപസ്ഥനാണെന്ന്, ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഒരുപക്ഷെ നാം ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ആയിരിക്കുകയായിരിക്കാം, പക്ഷേ ഈശോ കൂടെയുണ്ട്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ ഈശോയോടൊപ്പം യാത്ര ചെയ്ത ആ ശിഷ്യന്മാരെ നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതത്തിലും ആ വഞ്ചിയിൽ അവർ യാത്ര ചെയ്തപ്പോൾ കർത്താവേ നീ ഉറങ്ങുകയാണെന്ന് അവർ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് എല്ലാ പ്രശ്നങ്ങളെ അവൻ ശാന്തമാക്കി, കടലിനെ അവൻ ശാന്തമാക്കി. അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും നടുവിലും ഈശോ നമ്മോട് കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്കും അവനോട് പ്രാർത്ഥിക്കാം, നാഥ കൂടെ ആയിരിക്കണമേ. അവൻ നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ്റെ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഗായക സംഘത്തോട് ചേർന്ന് ഈ ഈരടുകൾ പാടിക്കൊണ്ട് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിക്കാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഇതായി ദൈവകാരണത്തിലെ ഈശോ നമ്മെ സ്നേഹിക്കുകയാണ്. ഈ ലോകത്തിൽ എനിക്ക് ഇതുവരെ ആരും തരാതെ സ്നേഹത്തിൻ്റെ ആഴം ഈശോ എനിക്ക് തരുന്നുണ്ട്. എല്ലാവരെക്കാളും അധികമായി ഈശോ എന്നെ സ്നേഹിക്കുകയാണ്. യേശയ്യാ പ്രവാചകൻ ഘോഷിച്ചതുപോലെ മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിറകുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. ഈ പരിശുദ്ധ കുർബാനയിലെ ഈശോയെ നമ്മെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കുക. ദൈവസ്നേഹത്തിന് ഒരിക്കലും കുറവുണ്ടാകുകയില്ല. ഒരുപക്ഷെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞേക്കാം,
നമ്മുടെ ജീവിത അവസ്ഥകൾക്ക് മാറ്റം വന്നേക്കാം. നാം ഒരുപക്ഷെ പാപത്തിലായിരിക്കാം, നന്മയിലായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രം മാറ്റമില്ല. ഈശോയെ, ഈ പരിശുദ്ധ കുർബാന തന്നെ എന്നോടുള്ള നിന്റെ സ്നേഹമല്ലേ? ലോകാവസാനം വരെ നമ്മോടുകൂടെ ആയിരിക്കാൻ ഈശോ കണ്ടെത്തിയ മാർഗത്തിലൊന്നാണ് പരിശുദ്ധ കുർബാന. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രൻ, എൻ്റെ ഓമനക്കുട്ടൻ. അവൻ വിരോധമായി പെരുമ്പാഴുമ്പോഴൊക്കെ അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എന്ന് ജെറമയാ പ്രവാചകന്റെ പുസ്തകം 81 അധ്യായത്തിൽ 21 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ പ്രിയ മകനെ പോലെ, മകളെ പോലെ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ഈ അപ്പത്തിലിരുന്ന് പ്രിയപ്പെട്ട മകനെ, മകളെ എന്ന് അവിടുന്ന് നമ്മെ വിളിക്കുകയാണ്. ആരും നമ്മെ സ്നേഹിക്കുന്നില്ലെങ്കിലും, നാം ആർക്കും വേണ്ടാത്തവരാണെങ്കിലും ദൈവത്തിന് നമ്മെ ആവശ്യമുണ്ട്. ദൈവത്തിന് നാം പ്രിയപ്പെട്ടവരാണ്, ബഹുമാന്യരാണ്. യേശയ്യാ പ്രവാചകനിലൂടെ അവിടെ നമ്മോട് പിന്നെയും അരുൾ ചെയ്യുകയാണ്, നീ എനിക്ക് വിലപ്പറ്റവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എഫ്രായിം, നീ എൻ്റെ വത്സലപുത്രനാണ്, പൊന്നോമന കുട്ടനാണ് നീ. എന്നോടുള്ള സ്നേഹം അവർണീയം. നിന്നോർമ്മ എന്നുള്ളിൽ എപ്പോഴും അചഞ്ചലമാണെന്ന് നമുക്ക് ഈ സമയം ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയം സങ്കീർത്തകൻ 46:10 പറയുന്ന പോലെ, ശാന്തമാക്കുക, ഞാൻ നിന്റെ ദൈവമായിരിക്കുന്നു. നമുക്ക് അല്പനേരം, ഒരു 2 മിനിറ്റ് ഈശോയുടെ മുമ്പിൽ ശാന്തമായി ഒന്നിരിക്കാം. ഈശോ നമ്മുടെ കാതുകളിൽ അവിടുന്ന് മന്ത്രിക്കുകയാണ്. എങ്കിലും നിനക്കെതിരെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിൽ പരിശോധിക്കാം. ഈശോയിൽ നിന്ന് ഞാൻ അകന്നു പോയ അവസരങ്ങളെല്ലാം ഓർത്ത് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് എന്ന ദൈവവചനത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെ തിരുവോസ്തിരൂപനായ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് അർപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം. നമ്മുടെ ഇടവകളിലെ എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകമായി ഈ മഹാമാരിയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഈ സമയത്ത് നമ്മുടെ ആകുലതകളെ, നമ്മുടെ വിഷമങ്ങളെ, ചിന്തകളെയൊക്കെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോ നമ്മോട് പറയുകയാണ്, എന്തിന് നീ ഭയപ്പെടുന്നു? ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ട്. ഞാൻ നിന്നെ സ്പർശിക്കുന്നുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്
ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഈ സമയം ഒരുങ്ങാം. ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുരുകിപ്പോയിട്ടില്ല എന്ന് നാം ഓർക്കുക. കേൾക്കാനാത്ത വിധം അവിടുത്തെ കാതുകൾ മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് യേശയ്യാ പ്രവാചകനിലൂടെ അവൻ നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈശോയുടെ കൈകളിൽ ഉണ്ട്. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാൻ ഈ സമയം നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും അനുജനുമായി മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാദൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിനും ദൂതരിനും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും അനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ